ജോടെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സൈൻ എന്തായാലും സൈനിന്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയായിരിക്കും. ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. കേക്ക് കട്ട് പോണത് ബാക്കിയുള്ളവർക്ക് പണിയുടെ അവന്റെ എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണത്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് സൈക്കിളിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ ഡേയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ജോയ് ഇപ്പൊ എന്തേലും ഇല്ല. അതുപോലാണ്ട് നമ്മൾക്ക് ഇന്ന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ജോ ഗ്യാസ് ബുക്ക് ചെയ്തില്ല. ജോ ഗ്യാസ് വിടാൻ മാത്രമേ ജോനെ അറിയാവുള്ളൂ. ആ സൈമോനെ, അയ്യോ സൈനെ കാണിച്ചു. അയ്യോ ഇതെന്താണിത് ഗായ്സ്? അപ്പൊ നമ്മള് രാവിലെ ഗ്യാസ് തീർന്നോണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ജോ അടുക്കളയൊന്നും മാറിയിട്ടില്ല. ജോയുടെ സ്റ്റൂ കറി റെഡിയായ കുറച്ചും കൂടെ തന്നെ റെഡി ആവുമെന്ന് പറയണത്. പിന്നെ നമ്മള് മണി 11 മണിയാകുമ്പോഴത്തേക്ക് അങ്കമാടി പോയി കേക്ക് കട്ടിയാണ് പോകുന്നത്. കേക്ക് മേടിച്ചിട്ട് കേക്ക് മേടിക്കാണ്ട് ഞാൻ പോകാൻ പോണേ ഉള്ളൂ. അതിനുള്ളിൽ ജോ ഫുഡ് കഴിച്ചിട്ടുണ്ടാണ്. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കേക്ക് മേടിച്ചിട്ട് വരാം ഗൈസ്. മണി 11 മണി ആയിട്ടുണ്ട്. അങ്കമാടി എത്താൻ സമയമായിട്ടുണ്ട്. അങ്കമാടി പോണല്ലേ? ഇഷ്ടമാണ് കൊച്ചിന് ഇപ്പം അങ്കമാടി പോകാൻ വേണ്ടി. അപ്പോൾ സൈക്കോട്ടിൻ്റെ നമ്മൾ ബർത്ത്ഡേക്ക് അങ്കമാടി പോകാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സാണ് സൈക്കോട്ടിന് മേടിച്ചത്. ഇഷ്ടമായ സയ്യു? അപ്പം ഇവിടെ ഉള്ള കുരിശരയിൽ ജോന് ഭയങ്കര വിശ്വാസമുള്ള ഒരു കുരിശര എനിക്കും. അപ്പം അവിടെ തിരിയും കത്തിച്ചിട്ട് നേരെ കേക്ക് മേടിച്ച് നേരെ ഇനി ഞങ്ങളെ പോകാൻ പോണത് അങ്കമാടി. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ സൈക്കോട്ടിൻ്റെ അങ്കമാടി എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ പോയി ചത്ത സൈന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സൈന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ സൈന് പിള്ളേർ. ഭയങ്കര സന്തോഷം സൈനെ കണ്ടപ്പോ. അങ്കമാടി പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പം അവനും ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്ത് പറയാന്ന് പറയുമ്പോൾ സൂപ്പറായിരുന്നു. കുട്ടനി കാറ് കൊടുക്കാനിപ്പോഴാണ് കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് കൊടുക്കാൻ. അപ്പോൾ അവർ അങ്കമാടി ഒന്ന് വന്നിട്ട് അവരെല്ലാവരും കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇപ്പം അവിടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് സൈക്കിളിനെ വിളിക്കും. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സൈക്കിളിന് മേടിച്ച കാറ് ഇതാണ് കേട്ടോ. അവിടെ വണ്ടി നിർത്തിയാണ് ഇറങ്ങി. ഇവിടെയാണ് ഇത് വെച്ചേക്കണത്. നമുക്ക് ഒറ്റയ്ക്ക് കയറണുണ്ട് അവള്. ഹലോ ഗായ്സ്, അപ്പം നമ്മളുടെ ബർത്ത്ഡേ ഡേ എന്ന് പറയണത് ഒരു 1 ഡേ ആണ്. കാരണം കണ്ടാലറിയാം ജോ വൻ പണിയിലാണ്. കിളീനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ജോ എങ്ങനെയുണ്ട് ഡേ? പണിയുടെ ഈവനിങ് ഇവിടെ കുറച്ച് പേരൊക്കെ വരുന്നോണ്ട് നമ്മൾ ഒന്ന് വൃത്തിയാക്കി ഇടുന്നതാണ്. പണിയെടുക്കാൻ പോണേ ഗൈസ്. ജോ
ബർത്ത്ഡേ ആയിട്ട് നിക്കണണ്ട ഗൈസ്. അയ്യ അതായത് ബർത്ത്ഡേ ആണെന്നത് എല്ലാ വീട്ടിലും അമ്മമാരും ഇങ്ങനെയായിരിക്കും. പിള്ളേരുടെ ബർത്ത്ഡേ ഉള്ള ദിവസം വീട്ടിലും കൂടെ ആണെങ്കിൽ വീട്ടും ഫുൾ ക്ലീൻ ചെയ്തത് ജോയ് ആയിരുന്നു. കാരണം അമ്മച്ചിക്ക് കഴിയാന് എനിക്ക് കടയിൽ പോകണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ പോയില്ലെന്നാണ് ഈ ശരിയാവില്ല. നമ്മുടെ ബർത്ത്ഡേ പരിപാടികള് ഞങ്ങൾ അറിയാം. കാരണം കറക്റ്റ് 78 സാധാരണ ഞാൻ ഈ സമയത്ത് കടയിലേക്കുള്ള ഓട്ടോ ഇരിക്കും. കേക്ക് മേടിക്കാനും ഫുഡ് മേടിക്കാനും അങ്ങനെ എല്ലാ കാര്യവും ഓട്ടോ ഇരിക്കും. പക്ഷെ ഈ പ്രശ്നം എന്ത് പക്ക ടൈമിങ് ആണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ പരിപാടിക്ക് ജോയുടെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. കിച്ചൻ ഉണ്ടാവില്ല, ബിസി. സോ ഞാൻ എന്ത് ചെയ്തു എല്ലാം നേരത്തെ ആക്കി വെച്ചു. എന്തിനു വേണ്ടിയിട്ട് എനിക്ക് ജോനോടുള്ള ഇഷ്ടം കൊണ്ട്. പിന്നെ ജോയും പക്കയായിരുന്നു. ജോന്റെ വീട് മറച്ചു വെച്ചതാണ് ഈ പറയാം. നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കുഞ്ഞു കേക്ക് കട്ടാക്കിയിട്ട് നമ്മുടെ സ്ഥിരം ബിരിയാണി വെട്ടുകാരനാണ് ഷാരോൺ. ഇത് സേറമ്മേന്റെ ആണ്. അതായത് സയാന്റെ ബർത്ത്ഡേക്ക് ഫ്രീ ആയിട്ട് ഡ്രസ് കിട്ടിയ സേറ. അത് അവൾക്ക് സങ്കടവും പോലെ ജീവന് കൊടുക്കുമ്പോ അതാണ് മേടിച്ച്. ഇത് എൽസാൻഡി മേടിച്ചതാ. എൽസാൻഡി മേടിച്ചത്. ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. സൈക്കോട്ടിൽ ഇന്നലെ എല്ലാം കിട്ടേണ്ടതായിരുന്നു. സം റീസൺസ് ഞങ്ങൾക്ക് ഇന്നാണ് ഈ ഗിഫ്റ്റ് കിട്ടിയത്. എന്തായാലും ഞങ്ങളെക്കാളും സൈന് എന്തായാലും സൈനിൻ്റെ ലൈഫിലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയായിരിക്കും. സോ എനിക്കിത് കേട്ടപ്പോഴും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി തോന്നി. ഇവിടെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. സൈൻ്റെ 3rd ബർത്ത്ഡേ. സൈൻ എന്നൊരു മെമ്മറി ആയിരിക്കട്ടെ ഈ ഒരു വീഡിയോയും കൂടെ. ആൻഡ് ഓൾസോ ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഷിലും ചിഞ്ചും എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സോ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കൊരു ബായ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ സൈനിൻ്റെ ബർത്ത്ഡേ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. ബൈ.